പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ലോകം മുഴുവനുള്ള ശാലോമിൻ്റെ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവതി യുവാക്കന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വീണ്ടും വരുമെന്ന് അരുളി ചെയ്തവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സന്ധ്യാവന്ദനം അറിയിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും വചനം കേൾക്കുന്നവരാണ്. വചനം കേൾക്കാത്തവരായി ആരും തന്നെ ഈ ഭൂമിയിൽ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ക്രൈസ്തവരാണെങ്കിലും അക്രൈസ്തവരാണെങ്കിലും ഒക്കെ വചനം പലപ്പോഴും വായിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഒത്തിരി വായിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രമുഖരായ അനേകം വ്യക്തികൾ പലപ്പോഴും അവരുടെ സംസാരത്തിലും അവരുടെ പ്രസംഗത്തിലും കോട്ട് ചെയ്യുന്നത് വേദപുസ്തകമാണ്, വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ അനേകം ആളുകളുണ്ട്. ഒത്തിരി പ്രമുഖരായ ആളുകളെല്ലാം വേദപുസ്തകത്തെക്കുറിച്ച് പറഞ്ഞ് വ്യാഖ്യാനിക്കാറുണ്ട്. അത് ക്രിസ്ത്യാനി ആകണമെന്നില്ല, അല്ലാത്തവരെല്ലാം ചെയ്യാറുണ്ട്. എന്നാൽ ക്രിസ്ത്യാനിയായ എനിക്കും നിങ്ങൾക്കും വലിയൊരു ദൗത്യമുണ്ട്. എന്താണ്? വചനം സ്വീകരിക്കുക. വിശ്വാസം വളരണമെങ്കിൽ പൗലോസ്ലീഹ പറയുകയാണ്, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ നിന്നുമാണ്. യേശുക്രിസ്തുവും ആദ്യം പറഞ്ഞതും അല്ലെങ്കിൽ ആദ്യത്തെ പ്രസംഗം എന്ന് പറഞ്ഞതിന് ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ സുവിശേഷം, ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. എന്ന് വെച്ചാൽ നല്ല വചനം, നല്ലത് പറയുക. യേശു എന്ന് പറഞ്ഞാൽ നല്ലതാണ്, പ്യുവറാണ് അല്ലേ. അവൻ്റെ ജീവിതത്തിൽ അവൻ ഒരിക്കൽ പോലും തെറ്റിലേക്ക് നയിക്കപ്പെടുകയോ അല്ലെങ്കിൽ പാപം ചെയ്തതായിട്ട് പറയാം. മനുഷ്യനെ പോലെ അവൻ പ്രലോഭനത്തിൽ അകപ്പെട്ടെങ്കിൽ ഒരിക്കൽ പോലും പാപം ചെയ്യാത്തവൻ എന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറഞ്ഞ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. അപ്പോൾ വചനമാകുന്ന ദൈവത്തെ ഒരുവൻ മുറുകെ പിടിക്കുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയാണ്, ആരുടെ അടുക്കൽ എൻ്റെ വചനങ്ങൾ ചെന്നു അവരെ ദൈവങ്ങൾ എന്ന് വിളിച്ചു എന്നാണ് 10-ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പം നമ്മൾ എന്തായി തീരുകയാണ്? അതുകൊണ്ടാണ് ഈജിപ്തിലെ സെന്റ് അത്താനോസിസ് പറഞ്ഞു, ദൈവം മനുഷ്യനായി പിറന്നത് മനുഷ്യൻ ദൈവീകനാകാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ എന്നിലുള്ള ദൈവീകത വളരാൻ വേണ്ടി ദൈവസാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനായി മാറാൻ ദൈവം ഏറെ ആഗ്രഹിച്ചുകൊണ്ടാണ് അവൻ എന്തായി തീർന്നു? ഒരു മനുഷ്യനായി തീർന്നു. അത് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 1 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അവൻ ദാസനായി മനുഷ്യനായി ഇറങ്ങി വന്നു, നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ അത്രമാത്രം സിമ്പിളാകാൻ, അത്രമാത്രം ഇറങ്ങി വരാൻ, അത്രമാത്രം എളിമപ്പെടാൻ സാധിക്കുന്ന വ്യക്തിത്വത്തിനുടമയാണ് യേശുക്രിസ്തു. എന്നിട്ട് അവൻ, നമുക്കറിയാം, അവൻ എന്തായി തീർന്നു? അവനൊരു അപ്പമായി തീർന്നു ഇല്ലേ. അപ്പോസ്തലന്മാരെ വിളിച്ചിരുത്തിയിട്ട് സെഹിയോൻ മാളികയിൽ അവൻ ഒന്നിച്ചിരുന്നപ്പോൾ ഒരു അപ്പം എടുത്ത് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്. വീഞ്ഞെടുത്ത് പറയും, ഇതെൻ്റെ രക്തമാണ്. അത്രമാത്രം എളിമപ്പെടാൻ സാധിക്കുന്ന ദൈവമല്ലേ നമ്മുടെ ദൈവം. യേശുക്രിസ്തു എത്ര സിമ്പിളാണ് പ്രിയമുള്ളത്. നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ, നമ്മളൊന്ന് കണ്ണ് നനഞ്ഞാൽ അവൻ അടുത്ത് വരില്ലേ? ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം. അതിനേക്കാൾ വേറെ ആരുണ്ട് പ്രിയമുള്ളവർ നമ്മുടെ ഈ ജീവിതത്തിൽ? നമ്മുടെ കൂടെ നിൽക്കുന്നവരെല്ലാം ആശ്വസിപ്പിക്കാൻ കാണും, പക്ഷെ കുറേ കഴിയുമ്പോൾ അവരുടെ ഇതൊന്നും നമുക്കൊരു ആശ്വാസം കിട്ടാതെ പോകും. അവരുടെ ആ ചേർത്ത് പിടിക്കുന്നതിന് നമുക്കൊരു സംരക്ഷണം നഷ്ടപ്പെട്ടതായി ഫീൽ. പക്ഷേ യേശുക്രിസ്തു മുറുകെ പിടിച്ചാൽ, അവൻ എന്നെ ഒന്ന് സ്പർശിച്ചാൽ, അവൻ്റെ ആ സ്പർശനത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. കാരണം അവൻ എന്നെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഇഷ്ടം എന്നിൽ വളരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഫലം പുറപ്പെടുവിക്കാൻ ദൈവം എന്നിലൂടെ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 4 തൊട്ടുള്ള വചനങ്ങൾ നമ്മളെല്ലാം കേട്ട് പരിചിതമായൊരു വചനമാണ്. വിതക്കാരൻ്റെ ഉപമയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. വിതക്കാരൻ വിതയ്ക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 8-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം തൊട്ട് പറയുകയാണ്, പല പട്ടണങ്ങളിൽ നിന്നും വന്നുകൂടിയ വലിയൊരു ജനക്കൂട്ടത്തോട് ഉപമയിലൂടെ അവൻ അരുളി ചെയ്തു. യേശുക്രിസ്തുവിന് മുമ്പിൽ അനേകം ആളുകൾ ഇരിക്കാൻ, പല പട്ടണങ്ങളിൽ നിന്നും വിവിധ ആളുകൾ വന്നിരിക്കാൻ അവരോട് പറയുകയാണ്, വിതയ്ക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു, ആളുകൾ അത് ചവിട്ടിക്കളയുകയും പക്ഷികൾ വന്ന് തിന്നുകയും ചെയ്തു. 4 സ്ഥലങ്ങളിൽ വചനം അല്ലെങ്കിൽ വിത്ത് വീണതായിട്ട് പറയുകയാണ്. വിത്ത് വചനമായിട്ടാണ് ദൈവം പറയുന്നത്.
4 സ്ഥലങ്ങളിലാണ് ഈ വിത്തുകൾ വീഴുന്നത്. ഒന്ന് വീണത് എവിടെയാണ്? വഴിയരികിലാണ്. അവിടെ ആളുകൾ ചവിട്ടിക്കളയുകയും പക്ഷികൾ വന്ന് തിന്നുകളയുകയും ചെയ്തു. രണ്ടാമത് വീഴുന്ന ചിലത് പാറമേൽ വീണു. അത് മുളച്ച് വളർന്നെങ്കിലും നനവില്ലാതിരുന്നുകൊണ്ട് ഉണങ്ങിപ്പോയി. മൂന്നാമത് ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. നാലാമത് ചിലത് നല്ല നിലത്ത് വീണു. അത് വളർന്ന് 100 മേനി ഫലം പുറപ്പെടുവിച്ചു. തുടർന്ന് അവൻ സ്വരമുയർത്തി പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ 4 സ്ഥലങ്ങളിലാണ് ഈ വചനം, ഈ വിത്ത് വീണതായിട്ട് പറയുന്നത്. 1 വഴിയരികിലാണ്, 2 പാറപ്പുറത്താണ്, 3 മുൾച്ചെടികളുടെ കൂടെയാണ്, 4 നല്ല നിലത്താണ് വീണത്. നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചാൽ ഈ ഭൂമിയിലെ ആളുകളെ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ വചനം സ്വീകരിക്കുന്ന ആളുകളെ നോക്കിയാൽ ഈ 4 തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഈ 4 തരത്തിലുള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഈ 4 തരത്തിൽ ഏതെങ്കിലും ഒരാളായിരിക്കാം. പക്ഷേ പലപ്പോഴും നമ്മുടെ ഫീലിങ്സ് എന്താണെന്നറിയോ പ്രിയമുള്ളവരെ? നമ്മുടെ ഫീലിങ്സ് നല്ല നിലത്ത് വീഴാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ വചനം ഫലം പുറപ്പെടുവിക്കാത്തതുകൊണ്ട് ഞാൻ വിഷമത്തിലാണ്, ഞാൻ സങ്കടത്തിലാണ്, ഞാൻ ഒത്തിരി കരയുന്നുണ്ട്, ഒത്തിരി ദുരിതം അനുഭവിക്കുന്നുണ്ട്, ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ഈ നല്ല നിലത്ത് വീഴാൻ വേണ്ടി ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. നല്ല നിലത്ത് വീണാൽ ഫലം പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ എന്ന ചിന്തയിൽ ഞാൻ നല്ല നിലമാകാൻ വേണ്ടി കാത്തിരുന്ന് ഇതാ വർഷങ്ങളും ഋതുക്കളും മാസങ്ങളും എല്ലാം കഴിഞ്ഞ് ഞാൻ നിരാശയിലാണ്. ഏതൊരു വ്യക്തിയോടും ചോദിച്ചു നോക്കി, അയ്യോ ഭയങ്കര പാടാച്ചാ, ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും എനിക്ക് സാധിക്കുന്നില്ല അച്ഛാ, എനിക്കൊരു വചനം പോലും പറയാൻ പറ്റുന്നില്ല, എനിക്ക് വചനം ഒന്നും പങ്കുവയ്ക്കാൻ പറ്റുന്നില്ല, എനിക്ക് പ്രസംഗിക്കാൻ. ഇങ്ങനെ നിരാശയിലാണ്ട് ജീവിക്കുന്ന എത്ര ആളുകളാണ് പ്രിയമുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ളത്. എന്തുകൊണ്ടാണ്? നല്ല നിലത്ത് വീഴാൻ നമ്മളിങ്ങനെ കാത്തിരിക്കുക. ഇവിടെ നമുക്ക് ഒന്നാമത്തെ കാറ്റഗറി നമ്മൾ ഒന്ന് പറഞ്ഞിരിക്കുന്നത് വഴിയരികിൽ വീണതാണ്. ചില ആളുകൾ അങ്ങനെയാണ്, ഓട്ടമാണ്, ഭയങ്കര ഓട്ടത്തിനിടയിലാണ് നമുക്ക് ചിലപ്പോൾ വചനം കേൾക്കാൻ നമ്മൾ അവസരം കാണത്തുള്ളൂ. ഓട്ടത്തിനിടയിൽ നമ്മൾ വചനം കേട്ടുകൊണ്ട് നമ്മൾ ആ വഴിക്ക് പോവുമായിരിക്കും. അപ്പോഴാണ് എന്ത് ചെയ്യാണ്, പലരും വന്ന് ചവിട്ടി മെതിച്ചു, പലരും പക്ഷികൾ വന്ന് നിന്നുപോയി. ഇങ്ങനെ പോയതുകൊണ്ട് നമ്മൾ നിരാശരാണ്. അപ്പോൾ നമ്മളിങ്ങനെ കാത്തിരിക്കുക, നല്ല നിലത്ത് വീഴാൻ വേണ്ടി, നല്ലതാവാൻ വേണ്ടി കാത്തിരിക്കുക. സാധ്യമല്ല പ്രിയമുള്ളവർ. കാരണം ഞാൻ ഓടുന്ന വ്യക്തിയാണെങ്കിൽ, വഴിയരികിൻ്റെ സ്വഭാവമാണ് എനിക്കുള്ളതെങ്കിൽ, നിൻ്റെ ഉത്തരവാദിത്തമാണ് നിന്നിൽ നിക്ഷിപ്തമായ വചനത്തെ, ആ വിത്തിനെ എന്ത് ചെയ്യുക, കാത്ത് സംരക്ഷിക്കുക എന്നുള്ളത് നിൻ്റെ ഉത്തരവാദിത്തമാണ്. നീ ആളുകൾ കയറി ചവിട്ടാൻ ഇടം കൊടുക്കരുത്. പക്ഷികൾ വന്ന് അത് കൊത്തി തിന്നാൻ നീ ഇടം കൊടുക്കരുത്. പലരും പറന്നു വന്ന് നിന്നെ ആക്രമിക്കാൻ നീ ഇടം കൊടുക്കരുത്. നീ എന്ത് ചെയ്യണം? നീ വഴിയരികിൻ്റെ സ്വഭാവമാണെങ്കിൽ വഴിയരികിൽ ഫലം പുറപ്പെടുവിക്കുന്നതിനായി നീ മാറണം. നിന്നിൽ തന്നെ വചനത്തെ നീ എന്ത് ചെയ്യണം? മുളപ്പിക്കണം, ഫലം പുറപ്പെടുവിക്കണം. പ്രിയമുള്ളവർ, നല്ല നിലമാകാൻ വേണ്ടി കാത്തിരുന്നാൽ ഈ ജീവിതകാലം മുഴുവൻ നീ കാത്തിരിക്കേണ്ടത് വരും. കാരണം നീ വളർന്നു വന്ന സാഹചര്യം വേറെയാണ്, നീ കേട്ടിരിക്കുന്ന വചനം വേറെയാണ്, നിൻ്റെ മാതാപിതാക്കന്മാരിൽ നിന്നും നീ കേട്ട ഒരു അനുഭവമുണ്ട്, നിന്നെ വളർത്തിയെടുത്ത ഒരു സാഹചര്യമുണ്ട്, ഇതെല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഞാൻ നല്ലതാവുമെന്ന് ചിന്തിച്ചിരുന്നു, നല്ലതായിട്ട് ഞാൻ ഫലം പുറപ്പെടുവിക്കാം, വചനം പുറപ്പെടുവിക്കാം ചിന്തിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നീ വഴിയരികിൻ്റെ സ്വഭാവമാണോ, ഓടി നടക്കുന്ന വ്യക്തിയാണോ, അതിൽ നിന്നും നിന്നിൽ നിക്ഷിപ്തമായ, നിന്നിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വചനം ഫലം പുറപ്പെടുവിക്കാൻ എനിക്ക് സാധിക്കണം. അതുകൊണ്ട് വഴിയരികയാണെന്ന് ചിന്തിച്ച് നീ അതിനെ നഷ്ടപ്പെടുത്തി കളയരുത്, അതിനെ കാത്ത് സംരക്ഷിക്കുക. വേലി കെട്ടേണ്ട മേഖലയിൽ വേലി കെട്ടി കാത്ത് സംരക്ഷിക്കണം. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് നിൻ്റെ സ്വഭാവത്തിൽ ചില പോരായ്മകളുണ്ടായിരിക്കാം, ചില കുറവുകളുണ്ടായിരിക്കാം. പക്ഷേ നീ എന്ത് ചെയ്യണം? ആരെയും ചവിട്ടിക്കളയാൻ ഇടവരുത്താതെ, വഴിയരികയാണ് ആർക്കും വന്ന് കയറാമെന്ന ചിന്ത നിൻ്റെ ജീവിത രീതിയിൽ ഉണ്ടാകരുത്. നീ അതിൽ നിന്നും മാറണം. നീ അതിനു വേണ്ടി ചില പ്രിക്കോഷൻസ് നീ എടുക്കണം. ചില സംരക്ഷണ വേലി നീ അവിടെ കെട്ടി അതിനെ കാത്ത് സംരക്ഷിക്കണം. കാരണം നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന വചനമാണ്, വചനം ദൈവമാണ്, ദൈവം എന്നിലൂടെ വളരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ വഴിയരികിൻ്റെ സ്വഭാവമാണെങ്കിലും നീ അതിനെ ഓർത്ത്
വിഷമിക്കാതെ വേദനിക്കാതെ ആ വഴിയരികിൽ തന്നെ എന്തുമാത്രം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന മരങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അതുപോലെ നീയും എന്തായിത്തീരണം? ഫലം പുറപ്പെടുവിക്കുന്നതിനായിട്ട് മാറുവാൻ സാധിക്കണം. ചിലത് പാറമേൽ വീണു എന്നാണ് പറയുന്നത്. ചില ആളുകൾ അങ്ങനെയാണ്. പാറയുടെ സ്വഭാവമാണ്, കഠിനമാണ് ഹൃദയം. എത്ര കേട്ടാലും ചിലപ്പം അത് പൊട്ടിത്തെറിക്കണമെന്നില്ല. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്, പാറയെ തകർക്കുന്ന ഗൂഢമാണ് വചനം എന്ന് ജെറമ്യാ പ്രവാചകനൊക്കെ പറയാൻ കാരണം അതുകൊണ്ടാണ്. ജെറമ്യാ പ്രവാചകനോട് പറയുകയാണ്, പാറയെ തകർക്കുന്ന ഗൂഢമാണ് വചനം. അപ്പം അതുകൊണ്ട് പാറയുടെ സ്വഭാവമായിരിക്കും എനിക്ക്. എന്നാ പറഞ്ഞാലും നമ്മൾ എതിർക്കുന്ന വ്യക്തിയാണ്. അല്ല, ഒരു കല്ലെടുത്ത് പാറപ്പുറത്ത് എറിഞ്ഞാൽ അത് തിരിച്ചു വരും. ഈ സ്വഭാവമാണ്. നമ്മൾ എത്ര വചനം പറഞ്ഞാലും അത് ഏക്കാൻ പോകുന്നില്ല. അങ്ങനത്തെ ചില ആളുകളുണ്ട്. അവിടെ പറയുകയാണ്, അത് വളർന്നു വന്നു, മുളച്ചു വളർന്നു, പക്ഷേ നനവില്ലാതിരുന്നുകൊണ്ട് അവിടെ എന്ത് ചെയ്യില്ല, അവിടെ നല്ല ഫലപുഷ്ടിയുള്ള മണ്ണില്ല പാറയിൽ. അതുകൊണ്ട് എന്ത് ചെയ്തു, അത് ഉണങ്ങിപ്പോയി. നിൻ്റെ സ്വഭാവം പാറയുടെ സ്വഭാവമാണെങ്കിൽ നീ എന്ത് ചെയ്യണം? ആ പാറപ്പുറത്ത് തന്നെ ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കണം. നനവുണ്ടാക്കിയെടുക്കണം. അവിടെ ഒരു വചനം വളരുവാൻ, എന്ന് വെച്ചാൽ എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫലം പുറപ്പെടുവിക്കുന്നതായിട്ട് മാറുന്നതല്ല പ്രിയമുള്ളവരെ നനവെന്ന് പറയുന്നത്. നനവ് വേണം. ജീവൻ വേണമെങ്കിൽ നനവുണ്ടാകണം. സങ്കീർത്തനം 1-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ജീവൻ നിലനിൽക്കണമെങ്കിൽ നനവ് വേണം, ജീവൻ വെള്ളം വേണം. അപ്പോൾ എന്നിലുള്ള ആ നല്ല ഭാഗമുണ്ടല്ലോ, നീ എത്ര പാറയുടെ ഇടുങ്ങിയ സ്വഭാവക്കാരനാണെങ്കിലും കഠിന ഹൃദയനാണെങ്കിലും നിന്നിൽ എവിടെയൊക്കെയോ എന്തുണ്ട്? ചില നന്മകളുണ്ട്. ആ നന്മകളെ ഞാൻ കണ്ടെത്തുക, ആ നന്മകളെ നീ വളർത്തുക. നിനക്കൊരു പക്ഷേ ഒത്തിരി നല്ല നിലത്ത് വീണ പോലെ ഫലം പുറപ്പെടുവിക്കാൻ സാധിച്ചില്ലെങ്കിലും നീ ആയിരിക്കുന്ന സ്ഥലത്ത് നീ എന്ത് അവസ്ഥയാണോ, ഏത് സ്വഭാവമാണോ, അതിൽ നിന്നും എനിക്ക് എൻ്റെ വചനത്തെ, എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന വചനത്തെ ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കില്ലേ? ഒന്ന് പരിശ്രമിച്ച് നോക്കിയേ. നീ നിരാശപ്പെട്ടിരിക്കാതെ അയ്യോ എനിക്ക് പറ്റത്തില്ല. ചില ആളുകൾ അങ്ങനെയാണ്. എന്തെങ്കിലും പറഞ്ഞു, അയ്യോ പ്രായമൊക്കെയാണ്, ഈ പ്രായത്തിന് എങ്ങനെ മാറാനാച്ചാ, അങ്ങനെയൊക്കെ തന്നെ പോട്ടെ. മാറണം. എനിക്ക് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന, എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആ വചനത്തെ ഞാൻ ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ, ഗോതമ്പ് മണി നിലത്ത് വീണ് അലിഞ്ഞില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുകയാണ്, അത് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ അലിഞ്ഞു ചേരണം. അതുകൊണ്ട് നീ പാറയുടെ, നീ ഇടുങ്ങിയ ചിന്താഗതി, കഠിന ഹൃദയമൊക്കെ ആയിട്ട് നല്ല കട്ടിയുള്ള ഹൃദയമൊക്കെ ആയിരിക്കാം. പക്ഷേ വചനം നീ സ്വീകരിച്ചോ, അതിൽ നിന്നും, ആ അവസ്ഥയിൽ നിന്നും നീ എന്ത് ചെയ്യണം? ഫലം പുറപ്പെടുവിക്കുക. തയ്യാറാണോ? മാറ്റം ഉണ്ടാവും പ്രിയമുള്ളവരെ. നല്ല നിലമാകാൻ വേണ്ടി നീ കാത്തിരുന്നാൽ നിൻ്റെ ഈ പാറയുടെ സ്വഭാവം മാറ്റി നല്ല നിലമാവുന്നവരെ കാലഘട്ടം കഴിഞ്ഞു പോകും. അവസാനം നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ നിരാശനായി നമ്മുടെ ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടു പോയെന്ന് പറയാനിട വരുത്തരുത്. അതുകൊണ്ട് നീ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ വചനത്തെ പുറപ്പെടുവിക്കുക, ഫലം പുറപ്പെടുവിക്കുക. വചനം എന്നിൽ നിക്ഷിപ്തമാവട്ടെ, മാംസമാവട്ടെ. ആ അവസ്ഥയിൽ എനിക്ക് എന്തുമാത്രം ഫലം പുറപ്പെടുവിക്കാൻ അത്രയും, 10 ഫലമെങ്കിൽ 10 ഫലം, 100 ചെയ്യാൻ പറ്റില്ല. 10 പേരെ നമുക്ക് സഹായിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയല്ലേ. അതുകൊണ്ട് നിൻ്റെ സ്വഭാവം പാറയുടെ സ്വഭാവമാണെങ്കിലും നീ അതിനെ ഓർത്ത് വിഷമിക്കേണ്ട. ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു, മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. ചില ആളുകൾ അങ്ങനെയാണ്. എന്താണ്? പാപവും നന്മയും തിന്മയും നമ്മളിൽ നിക്ഷിപ്തമാണ്. എല്ലാ മനുഷ്യരിലും നന്മയുണ്ട്, തിന്മയുണ്ട്. നമ്മളെന്ത് ചെയ്യുകയാണ്? നന്മയോടൊപ്പം തന്നെ തിന്മയും വളർത്തിക്കൊണ്ടുവന്ന് നന്മയെ ഇല്ലാതാക്കുകയാണ്. ഇവിടെ അതല്ലേ ചെയ്തേ? മുൾച്ചെടികളിൽ വീണത് മുൾച്ചെടിയും വളർന്നു, അതിൻ്റെ കൂടെ അത് ഞെരുക്കിക്കളഞ്ഞു. ചില ആളുകളുടെ സ്വഭാവം അങ്ങനെ. നമുക്ക് ചില പാപങ്ങൾ, ചില ബലഹീനതകൾ എന്നിൽ നിന്നും വിട്ടുമാറുന്നില്ല. ഞാൻ വീണ്ടും വീണ്ടും വീണു പോകുന്ന സ്വഭാവമാണ്. ആ ബലഹീനത തന്നെ ഞാൻ വീണു പോകുന്ന വ്യക്തിയാണ്. നീ അതിനെ ഓർത്ത് വിഷമിക്കുന്നുണ്ടോ? നീ ഒരു കാര്യം ചെയ്യുക. എന്തു ചെയ്യണം? ആ അവസ്ഥയിൽ നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന, നിന്നെ ദൈവം കണ്ടറിഞ്ഞ് നിന്നെ വിളിച്ചു വേർതിരിച്ച് നിന്നിൽ ഏൽപ്പിച്ച വചനത്തെ വളർത്തുക. അതേ അവസ്ഥയിൽ നന്മയെ ഞെരുക്കിക്കളയാൻ ഇടം കൊടുക്കാതെ നിന്നുള്ള തിന്മയെ ഇല്ലാതാക്കാൻ നന്മയെ നീ കൂടുതൽ എന്ത് ചെയ്യണം? വളർത്തിക്കൊണ്ട് നീ അതിനെ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ടും നിനക്കിതിൽ മോചനം നേടാൻ സാധിക്കും.
നീ നല്ലതാകാൻ കാത്തിരിക്കുന്ന കാലം വരെയും ഈ ഫലം നഷ്ടപ്പെട്ടു പോകരുത്. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നിൻ്റെ സ്വഭാവം, നിൻ്റെ വൈകല്യങ്ങൾ, നിൻ്റെ ബലഹീനതകൾ ഇതിനോടൊപ്പം തന്നെ എന്തു ചെയ്യണം? അതിനില്ലാതാക്കാൻ വചനം നിന്നിൽ വളരട്ടെ. നിൻ്റെ കഴിവനുസരിച്ച് നീ വളർത്ത്. നീ കഴിവനുസരിച്ച് വചനത്തെ മുറുകെ പിടിക്ക്. സങ്കീർത്തനം 119 പറയുന്നവർ, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു പറഞ്ഞ് അങ്ങനെ വചനത്തെ സൂക്ഷിക്കുക. അപ്പം വലിയ മാറ്റം ഉണ്ടാവും പ്രിയമുള്ളവരെ. അതുകൊണ്ട് നീ ഒരു മുൾച്ചെടിയുടെ സ്വഭാവമാണ്, കാരമുള്ളിൻ്റെയൊക്കെ സ്വഭാവമാണ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവമാണ്. എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ടോ എനിക്ക് എല്ലാവരെയും സ്നേഹിക്കണം, എനിക്ക് എല്ലാവരെയും കരുതണം, പക്ഷെ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുകയാണ്, എൻ്റെ സംസാരം പലരെയും ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, വേദനിപ്പിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, പക്ഷേ അതിൽ നിന്നും നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന സ്നേഹം, വചനം, യേശു, അതിനെ കൂടുതൽ നീ പരിപാലിക്കാൻ തുടങ്ങുമ്പോൾ നിന്നിലെ ഈ കാരമുള്ളതിൻ്റെ സ്വഭാവമൊക്കെ മാറും, തന്നെ മാറ്റപ്പെടും. അതുകൊണ്ട് നീ നല്ല നിലമാകാൻ വേണ്ടി കാത്തിരിക്കേണ്ട. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ എന്തു ചെയ്യണം? വചനത്തെ വളർത്തും, ഫലം പുറപ്പെടുവിക്കണം. നാലാമത്തെയാണ് നല്ല നില. നമുക്കതൊക്കെ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ അവർ കണ്ടെത്തിയതാണ്. അവരുടെ ജീവിതത്തിലെ ഈ വഴിയിലോട്ടെല്ലാം കടന്ന് വഴിയരികിൽ പോയിട്ടുണ്ട്, പാറപ്പുറത്തിന് സ്വഭാവം കാണിച്ചിട്ടുണ്ട്, മുൾച്ചെടികളുടെ സ്വഭാവമൊക്കെ കാണിച്ചിട്ടാണ് അവർ നല്ല നിലത്തേക്ക് എത്തിച്ചേർന്നത്. പിന്നീട് അവർക്ക് നല്ല ഫലം, അനേകർക്ക് മാനസാന്തരം, അനേകർക്ക് രോഗസൗഖ്യം, അനേകരെ യേശുക്രിസ്തുവിൽ കൊണ്ടെത്തിക്കുവാൻ സാധിച്ചതെല്ലാം ഈ വഴിയിലൂടെല്ലാം കടന്നു പോയിട്ടാണ് പ്രിയമുള്ളവർ. അതുകൊണ്ട് നമ്മൾ നല്ല നിലത്തേക്ക് വീഴുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ വഴിയിലൂടെ എല്ലാം നമ്മൾ കടന്നു പോയേ പറ്റൂ. ഈ വഴിയിലൂടെ അല്ലാതെ നമുക്ക് പോകാനും പറ്റത്തില്ല. പറയും നമ്മളൊന്നും നേരിട്ട് ആർക്കും ഈ നല്ല നിലത്ത് എത്തിച്ചേരാനും പറ്റില്ല. ഈ വഴിയിലൂടെ എല്ലാം നീ കടന്നു പോയി വിജയിക്കണം. അതുകൊണ്ട് നിൻ്റെ സ്വഭാവം പല രീതിയിലൂടെ മോൾഡ് ചെയ്യപ്പെട്ട് എന്തായിത്തീരും? നല്ല മാംസളമായ ഹൃദയമായി ക്രിസ്തുവിനേറെ ഇഷ്ടമുള്ള ദൈവത്തിൻ്റെ പൈതലായി മാറാൻ ദൈവം നമ്മളെ ഒരുക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് നീ നിരാശപ്പെടരുത്, നീ വിഷമിക്കരുത്. എനിക്ക് വചനം കിട്ടുന്നില്ല, എനിക്ക് വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വചനം പങ്കുവയ്ക്കാൻ പറ്റുന്നില്ല, എനിക്കൊരു 2 വചനം പ്രസംഗിക്കാൻ പറ്റുന്നില്ല നോക്കി നീ വിഷമിക്കേണ്ട, നീ വേദനിക്കേണ്ട. അതിനപ്പുറത്ത് നിന്നെ ഒരുക്കുന്നൊരു ദൈവമുണ്ട്. നിൻ്റെ കഷ്ടപ്പാടിൻ്റെ മധ്യത്തിൽ, നിൻ്റെ വേദനയുടെ മധ്യത്തിൽ നീ ആരും അറിയാതെ കരഞ്ഞപ്പോൾ, നീ മറ്റുള്ളവരെ പരിഹസിക്കപ്പെട്ടപ്പോൾ, നീ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞില്ല മാറ്റി നിർത്തിയപ്പോൾ, നീ മോശപ്പെട്ടവനാണ്, നീ വീണുപോയവനാണ്, നിനക്കൊരു കഴിവുമില്ല എന്നെല്ലാം നിന്നെ പരിഹസിച്ചിട്ടുണ്ടെങ്കിലും, നീ അതിനെ ഓർത്ത് വിഷമിച്ചിട്ടുണ്ടെങ്കിലും നിന്നെ ആശ്വസിപ്പിച്ച ഒരു ദൈവമുണ്ട്. അവൻ പറയാൻ നീ വിഷമിക്കേണ്ട, നീ വേദനിക്കേണ്ട. പൗലോസ്ലീഹായോട് പറഞ്ഞു, പൗലോസ്ലീഹ നീ എന്തിന് ഇങ്ങനെ വിഷമം പറയണം? നിൻ്റെ മുള്ളിനെക്കുറിച്ച് നീ എന്തിന് ആവലാതിപ്പെടണം? നിനക്കൊന്നു മതി, എൻ്റെ കൃപ നിനക്ക് മതി. ആ കൃപയാണ് നിന്നെ വഴി നടത്തേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ പലതിനെ ഓർത്ത് വിഷമിക്കുന്നുണ്ട്, വേദനിക്കുന്നു എന്നറിയാം. പക്ഷെ അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ കൃപ, കൃപയ്ക്കുമേൽ കൃപ, ആ കൃപയല്ലേ നമ്മളെ വഴി നടത്തേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ എന്തിനെ ഓർത്ത് വിഷമിക്കുന്നോ, വേദനിക്കുന്നോ, എന്തിനെ ഓർത്ത് നിങ്ങളുടെ ഹൃദയം ഇപ്പോഴും വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നുവോ, അതിനെ ഓർത്തെല്ലാം ദൈവം നമുക്ക് ഒരു സൊല്യൂഷൻ തന്നിട്ടുണ്ട്. യേശുവാകുന്ന സൊല്യൂഷൻ. അപ്പോസ്തലരുടെ 4-ാം അധ്യായം 12-ാം വാക്യം, ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ആ നാമത്തിൻ്റെ ശക്തിയുണ്ട്. ആ നാമത്തിൻ്റെ ശക്തിയാൽ പ്രാർത്ഥിച്ചാൽ നമുക്ക് വിടുതലുണ്ട്, രോഗസൗഖ്യമുണ്ട്. അവൻ വചനമാണ്, അവൻ കൂദാശയാണ്, അവൻ സ്നേഹമാണ്, അവനെല്ലാമാണ്. ഈ ലോകം മുഴുവൻ അവൻ്റെ കീഴിലാണ്, അവൻ സൃഷ്ടിച്ചതാണ്. അപ്പോൾ അവനെ മുറുകെ പിടിക്കാൻ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ കാറ്റഗറിയിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകും. നമുക്ക് വഴിയരികിലെ സ്വഭാവം നമുക്ക് കാണാം. പാറപ്പുറത്ത് അല്ലെങ്കിൽ പാറയുടെ സ്വഭാവം നമുക്ക് ചിലപ്പം ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ മുൾച്ചെടിയിൽ വീഴുന്ന സ്വഭാവമായിരിക്കാം. ഇതിൽ നിന്നെല്ലാം മാറി ഒരു നല്ല നിലമായി മാറാൻ ദൈവം എന്നെ വിളിച്ചതാണെന്ന ബോധ്യം എന്നിലുണ്ടെങ്കിൽ, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് ഫലം പുറപ്പെടുവിച്ച് എൻ്റെ ഈ അവസ്ഥയെ നല്ല നിലമാക്കി മാറ്റുവാൻ എനിക്ക് സാധിക്കും. വഴിയരികിൻ്റെ സ്വഭാവത്തിൽ നിന്നും ആ വഴിയരികിനെ ഏറ്റവും മനോഹരമാക്കാൻ സാധിക്കും. പാറപ്പുറത്തിനാണെങ്കിൽ പാറപ്പുറത്തെ നമ്മൾ
നമ്മുടെ ജീവിതം കൊണ്ട് എന്താക്കി മാറ്റാം? പൂങ്കാവനമാക്കി മാറ്റാൻ സാധിക്കും. മുൾച്ചെടികളാണെങ്കിൽ അതിനെല്ലാം മാറ്റി നല്ല പൂക്കളാക്കി മാറ്റുന്ന നല്ല വ്യക്തിത്വത്തെ നമുക്ക് ഉടമയാക്കി മാറ്റുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുക. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിലൂടെ തന്നെ ഞാൻ കടന്നു പോകും. അതിലൂടെ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും, എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കും, എൻ്റെ ദൈവത്തിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. എൻ്റെ ദൈവം എന്നോട് പറയുന്ന രീതിയിൽ ഞാൻ വചനത്തെ മുറുകെ പിടിക്കും. വചനത്തെ ഞാൻ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് വചനത്തിനു വേണ്ടി ഞാൻ ജീവിക്കുന്നൊരു വ്യക്തിയായി ഈ സമൂഹത്ത് മാറുമെന്നൊരു തീരുമാനം പ്രിയമുള്ളവരെ നല്ല നിലമായി മാറി. അതല്ലേ നല്ല നിലം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്ന അവസ്ഥയാണ് നല്ല നിലം. നിൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ അനേകർ കൊടുക്കാൻ സാധിച്ചാൽ, നിന്നിലൂടെ ആരെങ്കിലും ഒരാൾ ക്രിസ്തുവിനെ അറിഞ്ഞാൽ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചാൽ, ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ഞാൻ ജീവിക്കുമെന്ന് തീരുമാനമെടുത്താൽ, അതല്ലേ നല്ല നിലം, അതല്ലേ ഫലം പുറപ്പെടുവിക്കുക എന്ന് പറയുക. ഒരപ്പനായി, ഒരമ്മയായി, മക്കളായി നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞാൽ, ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചാൽ ഇതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല പ്രിയമുള്ളവർ. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിലും ഒറ്റ ലക്ഷ്യമേ നമുക്കുള്ളൂ. എന്താണ്? ഫലം പുറപ്പെടുവിക്കണം. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന വചനത്തെ ഞാൻ കാത്തു സൂക്ഷിക്കണം. അതാരും ചവിട്ടിക്കളയരുത്. ഒരു പക്ഷിയും വന്ന് എന്നിൽ നിന്ന് എടുത്തു പോകരുത്. അത് കരിഞ്ഞു പോകാൻ ഇടവരുത്തരുത്. മുള്ളുകൾ കൊണ്ട് ഞെരിഞ്ഞു പോകാനും ഇടവരുത്തരുത്. ഞാനതിനെ കാത്ത് സംരക്ഷിക്കും. അതിന് ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് തീരുമാനം നമുക്കെടുക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി നൽകട്ടെ. നിങ്ങളുടെ കുടുംബം ഏത് തരത്തിലായിക്കോട്ടെ, ഏത് രീതിയിലാണെങ്കിലും വചനം സ്വീകരിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ആ വചനത്തിന് വേണ്ടി ജീവിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ദൈവം നിൻ്റെ കൂടെയുണ്ട്. നിൻ്റെ കൂടെ നിന്ന് നിന്നെ വഴി നടത്തും. നിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും വിഷമങ്ങളെയും വേദനകളെല്ലാം ദൈവം എടുത്തു മാറ്റും. അതുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞാൻ സ്വീകരിച്ച വചനം, കർത്താവേ, എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന വചനത്തെ ആരും വന്ന് ചവിട്ടാനോ ആരും പറിച്ചെടുത്തുകൊണ്ട് പോകാനോ ഞെരുങ്ങി കരിഞ്ഞു പോകാനോ ഒന്നും ഇടവരുത്താതെ, എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന എൻ്റെ കഴിവിനനുസരിച്ച് എന്നെ ദൈവം വരമേൽപ്പിച്ചിരിക്കുന്ന എൻ്റെ കഴിവിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അനേകർക്ക് ക്രിസ്തുവിനെ കൊടുക്കുവാൻ, അനേകർക്ക് ഒരു താങ്ങാകുവാൻ, തണലാകുവാൻ, ഒരു സ്നേഹമായി മാറുവാൻ കർത്താവേ, വചനം എന്നെ ബലപ്പെടുത്തണമേ. വചനം എൻ്റെ കൂടെ നിൽക്കണമേ. വചനം ദൈവമാണ്. ആ വചനത്തെ ഞാൻ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. എൻ്റെ എല്ലാ പ്രതിസന്ധിയുടെ മധ്യത്തിൽ വചനത്തിന് വേണ്ടി ജീവിക്കുന്ന, വചനത്തിന് വേണ്ടി സാക്ഷ്യം നൽകുന്ന വ്യക്തിയായി മാറുവാൻ, വിശുദ്ധന്മാരെ പോലെ, പൗലോസ്ലീഹായെ പോലെ, അപ്പോസ്തലന്മാരെ പോലെ വചനത്തെ എന്നും ചങ്കിലേറ്റിക്കൊണ്ട് പോകുന്ന വ്യക്തിയായി മാറുവാൻ, ക്രിസ്തുവിനെ കൊടുക്കുവാൻ, ക്രിസ്തുവിനെ എന്നിലൂടെ വളർത്തുവാൻ, ഈ ലോകം മുഴുവൻ അനേകർ ക്രിസ്തുവിനെ കൊടുക്കുവാൻ ശക്തിപ്പെടുത്താനൊന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നേടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് ഞങ്ങളെ വരമേൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച യേശു ക്രിസ്തു നാമത്തിൽ കൃപയോടെ കേൾക്കണമേ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസും നാം എല്ലാവരുടെ മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.